ഹലോ. സമയം ഇപ്പം ഏർലി മോർണിംഗ് 6 o'clock ആണ് കേട്ടോ. ഞാൻ ഇന്ന് 6 മണിക്കാണ് എണീറ്റു. സൂര്യൻ ഉദിച്ചു വരുന്നതേ ഉള്ളൂ. ഞാൻ ഇന്ന് രാവിലെ എണീക്കാൻ ഒരു കാരണമുണ്ട്. ഇന്ന് മകരം 1-ാം തീയതിയാണ്. അതുകൊണ്ട് തന്നെ അമ്പലത്തിൽ പോകാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഏർലി മോർണിംഗ് എണീറ്റത്. ഞാൻ അങ്ങനെ പതിവായി അമ്പലത്തിൽ പോകുന്ന ആളൊന്നുമല്ല. എന്നാലും 2026 ആദ്യത്തെ മലയാള മാസം 1 അതുകൊണ്ടിട്ട് ഒന്ന് പോകാമെന്ന് വിചാരിച്ചു. കുളിച്ച് റെഡിയായി വന്നപ്പോഴേക്കും നല്ല ലേറ്റായി. പിന്നെ നേരെ അമ്പലത്തിലേക്ക് ഓടി. അങ്ങനെ നമ്മൾ ഓടിയെത്തിയത് നമ്മുടെ സ്വന്തം കടപ്പാട്ടൂരപ്പൻ്റെ അടുത്തേക്കാണ്. പാലായിലെ ഫേമസ് ടെമ്പിളാണ് കേട്ടോ കടപ്പാട്ടൂര്. മണ്ഡലമാസം ആയാൽ ശബരിമലയ്ക്ക് പാലാ കൂടി പോകുന്ന എല്ലാ അയ്യപ്പന്മാരുടെയും ഒരു മെയിൻ വിശ്രമ കേന്ദ്രം കൂടിയാണ് കടപ്പാട്ടൂര്. മകരം 1 തന്നെ അയ്യപ്പന്മാരുടെ നല്ല തിരക്കും അമ്പലത്തിലുണ്ടായിരുന്നു. എത്ര തിരക്കുണ്ടെങ്കിലും ഒരു കാം ആൻഡ് കൂൾ അറ്റ്മോസ്ഫിയർ ആണ് ഇവിടെ. മോർണിംഗ് സമയത്തും ഈവനിങ് സമയത്തും ഒക്കെ ഇവിടെ വന്ന് തൊഴുത് റിലാക്സ്ഡ് ആയിട്ട് ഇരിക്കാൻ പറ്റുന്ന ഒരു നല്ല പ്ലേസ് ആണ്. ഇവിടെ വന്ന് ഇരിക്കാനും ആൽമരച്ചോടും അതുപോലെ തന്നെ ഭക്തന്മാർക്ക് കുറച്ചു നേരം നല്ല കാറ്റൊക്കെ കൊണ്ട് പ്രാർത്ഥിക്കാനുള്ള സൗകര്യങ്ങളും എല്ലാം ഇവിടെയുണ്ട്. ഈ ടെൻഷൻ പിടിച്ച ജീവിതത്തിനിടയിൽ മൈൻഡിനൊരു അല്പ ശാന്തിയും ആശ്വാസവും ലഭിക്കുന്ന ഒരിടമാണ് ഓരോ പ്രാർത്ഥനാലയവും. ഞാൻ അത്ര വലിയ ഭക്തിയൊന്നുമല്ല, എന്നാലും അതിരാവിലെ അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കുമ്പോൾ ഒരു പോസിറ്റീവ് എനർജിയാണ്. ക്ഷേത്രത്തിലൊക്കെ പൊതുവായിട്ടുള്ള ഒരു തണുത്ത കാറ്റും ചന്ദനത്തിരിയുടെ സുഗന്ധവും മണിനാദവും ഒക്കെ ഉള്ളിലെ വേവലാതികളെ അലിയിച്ച് കളയുന്ന പോലൊരു ഫീൽ ചെയ്യാറുണ്ട്. അത് മാത്രമല്ല, എൻ്റെ ജീവിതത്തിൽ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമുണ്ട്. ഭക്തി എന്ന് പറയുന്നത് വെറും ഒരു വിശ്വാസമല്ല, മറിച്ച് നമ്മുടെ മനസ്സിനെ ശുദ്ധീകരിക്കാനും ജീവിതത്തെ പ്രത്യാശയോടെ കാണാനും സഹായിക്കുന്ന ഒരു വലിയ ശക്തിയാണെന്നുള്ളത്. അമ്പലത്തിൽ പോയാൽ പിന്നെ ഒരു മസാലദോശയും കാപ്പിയും അത് നിർബന്ധമാണ്. പാലായിലെ ശരവണ ഭവനിൽ കയറി മസാലദോശയും കാപ്പിയും കഴിച്ചു. എല്ലാ വെജിറ്റേറിയൻ ഹോട്ടലിലും അയ്യപ്പന്മാരുടെ തിരക്ക് തന്നെ ആയിരുന്നു കേട്ടോ. ദോശയും കഴിച്ച് അവിടെ നിന്ന് നേരെ റിലയൻസിലേക്ക് പോയി. വീട്ടിലേക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ടായിരുന്നു. അതെല്ലാം വാങ്ങിച്ച് റിലയൻസിൽ നിന്ന് ഇറങ്ങി അവിടെ നിന്ന് നേരെ വീട്ടിലേക്ക്.